ബിഗ് ബോസ് മലയാളം സീസൺ 6 അതിന്റെ അവസാന നാളുകളിലേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ ഓരോ മത്സരാർത്ഥികളുടെയും ആശങ്ക ഫൈനൽ 5ലേക്ക് എത്തുക, അതിനകത്ത് തന്നെ ചില വ്യക്തികൾ വളരെ പ്രധാനമായി ലക്ഷ്യം വെച്ചിരിക്കുന്ന കപ്പിലേക്ക് എത്തുക, കപ്പടിക്കാൻ തന്നെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഇന്നർ സർക്കിളിൽ വലിയ വടംവലികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. മാക്സിമം മുഖം മിനുക്കി പ്രേക്ഷകരുടെ മുമ്പിൽ നല്ലവനായ ഉണ്ണിയായി നിൽക്കുവാൻ ചിലർ പരിശ്രമിക്കുമ്പോൾ ചില വ്യക്തികൾ മറ്റു ചിലരെ മോശക്കാരാക്കി ചിത്രീകരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ചില തുറന്നു പറച്ചിലുകൾ അവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോൾ പ്രത്യക്ഷത്തിലുള്ള കടന്നാക്രമണങ്ങളൊന്നും കാണില്ല, അടിയിൽ കൂടിയുള്ള ചരടുവലികളാണ്. ചിലർ ചിലരെ മോശക്കാരാക്കുവാൻ വേണ്ടി മനഃപൂർവ്വം പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ചില വ്യക്തികൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ നല്ല വ്യക്തി എന്ന് തെളിയിക്കുവാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നു. എന്തായാലും നമ്മൾ കാണാത്ത പല കാര്യങ്ങളും അതിനകത്ത് സംഭവിക്കുന്നുണ്ട്. അത് പ്രേക്ഷകരുടെ മുമ്പിൽ കൃത്യമായി എത്തണമെന്ന് ചിലർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരമൊരു കാര്യം ഇപ്പോൾ സായി പറയുവാൻ ശ്രമിക്കുകയാണ്. സായി, സിജോ, നന്ദന, കുറച്ചു കഴിഞ്ഞപ്പോൾ അഭിഷേകും ആ കൂട്ടത്തിൽ ക്ലബ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ സംസാര വിഷയം ജിൻഡോയാണ്. ജിൻഡോയുടെ അടിയിൽ കൂടിയുള്ള ചരടുവലികൾ, പരസ്പരം തമ്മിലടിപ്പിക്കുവാനും പല വ്യക്തികളെയും മോശക്കാരാക്കുവാനും വേണ്ടിയുള്ള വളരെ തന്ത്രപരമായിട്ടുള്ള ഗെയിമുകൾ. അങ്ങനെയുള്ളൊരു ഗെയിമിനെതിരെ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജിൻഡോയെ നശിപ്പിച്ച് തകർത്തു വാരി കയ്യിൽ കൊടുക്കും, കപ്പിൻ്റെ 7 അയലത്ത് പോലും നിങ്ങളെ ഞാൻ എത്തിക്കില്ല, അതെനിക്ക് നന്നായിട്ട് കളിക്കാൻ അറിയാം എന്ന രീതിയിൽ ജിൻഡോയുടെ മുഖത്ത് നോക്കി സായി അടിച്ച ചില ഡയലോഗുകൾ സായി അവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. സംഗതി ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നന്ദനയെ വിളിച്ചു മാറ്റിയിരുത്തിക്കൊണ്ട് കുറെ ഉപദേശമൊക്കെ ജിൻഡോ കൊടുത്തു എന്നുള്ളതാണ്. എന്താണ്? നന്ദന ഒരിക്കലും സായിയെയും സിജോയെയും വിശ്വസിക്കരുത്. സായിയുടെയും സിജോയുടെയും കുഞ്ഞിപ്പെങ്ങളായി മാറിയിരിക്കുകയാണ് നന്ദന, അല്ലെങ്കിൽ നന്ദൂട്ടൻ. അതുകൊണ്ട് തന്നെ നന്ദനയെ സായിയെയും സിജോയെയും തമ്മിൽ തെറ്റിക്കുവാൻ വേണ്ടി ചില തെറ്റിദ്ധാരണ പരത്തുവാൻ ബോധപൂർവം ശ്രമം നടത്തി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. അതിന്റെ കാരണം കഴിഞ്ഞ ദിവസങ്ങൾ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് നടക്കുന്ന സമയത്ത് നന്ദനയ്ക്കെതിരായി സിജോയൊക്കെ കളിച്ചു എന്നുള്ളതാണ് ജിൻഡോ നന്ദനയെ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട വിഷയം. ഇത് ശാന്തമായി അവിടെ കേട്ടുകൊണ്ടിരുന്ന നന്ദന അത് വീഴാതെ കെട്ടാതെ അതേപോലെ വന്ന് ചേട്ടന്മാരോട്, പൊന്നാങ്ങളമാരോട് പറയുകയും ചെയ്തു. ഇന്നതുപോലെയൊക്കെ അയാൾ പറഞ്ഞു വെച്ചു എന്നുള്ളത്. അത് വല്ലാണ്ടങ്ങ് ചൂടിപ്പിച്ചു നമ്മുടെ സായിയെ. സായി ഇന്നലെ സ്മോക്ക് റൂമിന്റെ അടുത്ത് വെച്ച് ജിൻഡോയെ വിളിച്ചു നിർത്തിക്കൊണ്ട് വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്ന കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. എന്താണ് സായി പറഞ്ഞത്? ഇവിടെ നിങ്ങൾ 80 ദിവസത്തോളം നിന്നു എന്നുള്ളത് വലിയ കാര്യമൊന്നും ആക്കിയെടുക്കണ്ട. ഇവിടെ വന്ന 25 പേരിൽ 24 പേരെയും നിങ്ങൾ ഒഴിവാക്കിക്കൂ. ഞാൻ വളരെ ഡേഞ്ചറാണ് അവരുടെ കൂട്ടത്തിൽ. അടിച്ചു നാറ്റിച്ച് കപ്പിന്റെ 7 അയലത്ത് വരാത്ത രീതിയിൽ ഞാൻ നിങ്ങളെ ആക്കും. എന്നെ നിങ്ങൾ കുത്തിക്കൂ, പക്ഷെ ഞാനും കുത്തും. എന്നാൽ വിസിബിളി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണ്ട, പരസ്യമായിട്ടുള്ള അടി വേണ്ട എന്ന്. അങ്ങനെ അടിച്ചാൽ ഉറപ്പാണ് എനിക്ക് മുകളിലും കീഴിലും ഒന്നും നോക്കാനില്ല, ഞാൻ നല്ല 1-ാം തരം അടി അടിച്ചിരിക്കും. ഞാൻ അങ്ങനെ അടിക്കാൻ തുടങ്ങിയാൽ എടുത്തിട്ട് അലക്കി നശിപ്പിച്ച് നാറ്റിച്ച് കപ്പിന്റെ 7 അയലത്തെത്താത്ത രീതിയിൽ ഞാൻ ആക്കി തീർക്കും. അതെ, കുളം തോണ്ടി ഞാൻ കയ്യിൽ തന്നിരിക്കും. അതുകൊണ്ട് നന്ദനയോട് പോയി ഇനിയും അവനെ വിശ്വസിക്കരുത്, ഇവനെ വിശ്വസിക്കരുത്, അവരെ വിശ്വസിക്കരുത് എന്നുള്ള പരിപാടി അതിനി ആവർത്തിച്ചേക്കരുത്, നിർത്തിക്കൂ. അപ്പോൾ ജിൻഡോ പറയുകയാണ്, ഞാനല്ല അത് പറഞ്ഞത്, നന്ദന എന്നോട് വന്നിട്ട് ഇങ്ങോട്ട് പറയുകയായിരുന്നു ഇവരെ വിശ്വസിക്കാൻ പാടില്ലാത്തവരാണ് എന്ന്. നന്ദന ഇത് കേട്ടുകൊണ്ട് ചിരിച്ച് അടുത്തിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് സായി വീണ്ടും പറയുകയാണ്, ഞാൻ വളരെ കൃത്യമായിട്ട് അടിച്ചു. അതായത് അപ്സരയുടെയും ശരണ്യയുടെയും എടുത്തെടുത്ത കളി ഞങ്ങളുടെ അടുത്ത് എടുക്കരുത്, നന്ദനയ്ക്കെതിരെ അല്ലെങ്കിൽ നന്ദനയോട് ആവശ്യമില്ലാതെ സംസാരിക്കാൻ വരരുത്. അപ്പോൾ ഉടൻ തന്നെ ജിൻഡോ അത് സമ്മതിച്ചു. അപ്സരയെയും ശരണ്യയും തമ്മിൽ അടിപ്പിക്കുവാൻ വേണ്ടി അതെന്റെ ഗെയിം തന്നെയായിരുന്നു. സായി പറയുകയാണ്, ഇയാൾക്ക് കുറച്ചേറെ ഫാൻസ് പുറത്തുണ്ട് എന്നൊരു ധാരണ ഇയാൾക്കുണ്ട്. ആ ഫാൻസിന്റെ കയ്യിലേക്ക് ഏത് സമയത്ത് എന്തൊക്കെ ഇട്ടുകൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വ്യക്തിയെ മോശക്കാരനോ മോശക്കാരിയാക്കുവാനോ വേണ്ടി കൃത്യമായൊരു ഫുട്ടേജ് ഉണ്ടാക്കിയെടുക്കണം. അത് പുറത്തേക്ക് കൊടുക്കുന്നതിൽ അപ്സരയുടെയും ശരണ്യയുടെയും കാര്യത്തിൽ ഇയാൾ വിജയിച്ചിട്ടുണ്ട്. അപ്സരയൊക്കെ പുറത്തിരുന്നത് ഇപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ എന്തായിരുന്നു സംഭവിച്ചത് എന്നുള്ളത്. അയാൾ തന്നെ ഇപ്പോൾ വ്യക്തമായി പറയുകയാണ്, അവരെ തമ്മിൽ തെറ്റിച്ചത് ഞാനായിരുന്നു. പക്ഷേ നന്ദനയുടെ അടുക്കൽ ഞാൻ അങ്ങനെയുള്ളൊരു ഗെയിം കളിച്ചിട്ടില്ല. അപ്പോൾ സായി വീണ്ടും കൂട്ടിച്ചേർക്കുകയാണ്, കളിച്ചിട്ടില്ല എങ്കിൽ നല്ല കാര്യം, അവിടെ നിർത്തിക്കൂ. അതിനപ്പുറത്ത് ഇനി കളിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ കപ്പ് എന്ന സ്വപ്നത്തിന്റെ 7 അയലത്തെത്തിക്കില്ല, കോളം തോണ്ടി വലിച്ചു കീറി നശിപ്പിക്കും ഞാൻ. അതായത് നിങ്ങളെ ആരാണോ ഈ കളി പഠിപ്പിച്ചിങ്ങോട്ട് വിട്ടിരിക്കുന്നത് അയാളുടെ തന്തയാണ് ഞാൻ.
എന്നിട്ട് വീണ്ടും പറയുകയാണ്, ജിൻഡോയ്ക്ക് ഒരു ചിന്തയുണ്ട്, പുറത്തൊരു കൂട്ടം ഫാൻസ് അസോസിയേഷൻ തനിക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എന്നെ നിങ്ങളിൽ ആരെങ്കിലും തൊട്ടാൽ അതോടുകൂടി നിങ്ങൾ തീരും എന്നുള്ള ഒരു ചിന്തയുണ്ട്. അതാണ് ഞാൻ പൊളിച്ചു കൊടുക്കാൻ തയ്യാറായത്. അപ്പോൾ പുറത്ത് കണ്ടമാനം സപ്പോർട്ട് ചെയ്യാൻ ഫാൻസ് ഉണ്ട് എന്നുള്ള അഹങ്കാര സംസാരം വന്നപ്പോൾ ഞാൻ ഡൊമക്സിന്റെ കഴിഞ്ഞ ദിവസത്തെ റിസൾട്ട് അങ്ങോട്ട് എടുത്തിട്ട് കൊടുത്തു. ഈ പ്രേക്ഷകർ വോട്ട് ചെയ്താണല്ലോ ഡൊമക്സിന്റെ ആ റിസൾട്ട് വരുന്നത്. അതിനകത്ത് ടണൽ ടീമാണ് മുൻപിൽ നിൽക്കുന്നത്. ആ ടണൽ ടീമിൽ ഞാനും സിജോയും അർജുനുമാണുള്ളത്. 2ാം സ്ഥാനത്ത് അഭിഷേക്, ജാസ്മിൻ, ശ്രീതു. അതും കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങളുടെ സ്ഥാനം. ഇത് ഹോട്ട്സ്റ്റാറിൽ ആൾക്കാർ വോട്ട് ചെയ്തതിന്റെ ആണല്ലോ ഡൊമക്സിന്റെ ഈ സംഗതി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോധ്യപ്പെടണം കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് നീങ്ങുന്നതെന്ന്. ഒന്നും മിണ്ടാതെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. പുള്ളിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ആദ്യത്തെ 6 പൊസിഷനകത്തേക്ക് നിങ്ങൾ വന്നിട്ടില്ല. ആദ്യത്തെ 6 പേരിൽ ഞാൻ, അർജുൻ, സിജോ, അഭിഷേക്, ജാസ്മിൻ, ശ്രീതു, ഇത്രയും ആൾക്കാരാണ്. ഈ 6നകത്ത് നിങ്ങൾ വന്നിട്ടില്ല. അതിന്റെ താഴെയാണ് നോറ, ഋഷി ഒക്കെ നിൽക്കുന്ന ഏറ്റവും താഴത്തെ പൊസിഷനിലാണ് നിങ്ങൾ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വൃത്തികെട്ട കളികൾ ഇനിയും കളിക്കാൻ തയ്യാറായാൽ ആ പണിയും കൂടി ഞാൻ പൂട്ടിത്തരും എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും ജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വന്നത്. അങ്ങനെ ജയിക്കണമെന്നുണ്ടെങ്കിൽ 100 ദിവസക്കാലം ഇവിടെ നിന്നുകൊണ്ട് നല്ല രീതിയിൽ കളിച്ചു മുന്നേറണം. അങ്ങനെ ഓർഗാനിക്കായിട്ട് കപ്പ് നമ്മുടെ അരികിലേക്ക് വരണം. അല്ലാതെ ഞാൻ മാത്രമേ ആ സ്ഥലത്തെത്താവൂ, ഞാൻ മാത്രമേ ജയിക്കാവൂ എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ വലിപ്പിച്ചിട്ട് കപ്പടിക്കാനുള്ള പരിപാടിയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഒരു തരത്തിലും അംഗീകരിച്ചു തരുവാൻ കഴിയില്ല, വിട്ടുതരില്ല, തിരിച്ചടിച്ചിരിക്കും, നശിപ്പിച്ചിരിക്കും. അപ്പോൾ സിജോ പറയുകയാണ്, കപ്പടിക്കുവാനും ജയിക്കുവാനും വേണ്ടി പുള്ളി ഏത് കളിയും കളിക്കും എന്ന് എത്രയോ പ്രാവശ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഈ ഏത് കളിയും എന്ന് ഉദ്ദേശിക്കുമ്പോൾ മാന്യതയുടെ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് പോകേണ്ടി വന്നാൽ ആ കളിയും ഞാൻ കളിച്ചിരിക്കും എന്ന് തന്നെയാണല്ലോ പുള്ളി പറയുന്നതും. അത് തന്നെയാണല്ലോ പലപ്പോഴും പുള്ളി ഇവിടെ കാട്ടിക്കൂട്ടിയിട്ടുള്ളതും. അപ്പോൾ അതിന് മറുപടിയായിട്ട് സായി വീണ്ടും പറയുകയാണ്, ഞാൻ അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ സമയങ്ങളിലാണ് ജനങ്ങൾ നമ്മളെ ഏറ്റവും അധികം ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. ഈ സമയത്ത് ഈ നാറിയ കളി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ മോനെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോകും. സത്യത്തിൽ പ്രേക്ഷകരായ നമ്മൾ കാണാത്ത ഒത്തിരി കളികൾ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഫിനാലെ വീക്കിലേക്ക് കാര്യങ്ങൾ വേഗത്തിൽ അടുത്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികളുടെ നെഞ്ചിടിപ്പും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഏത് തന്ത്രങ്ങളിൽ കൂടി എങ്ങനെ മുന്നോട്ട് പോകുവാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് തല പുകഞ്ഞാലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇനിയുള്ള കളികൾ പലതും അണ്ടർഗ്രൗണ്ടിൽ കൂടിയായിരിക്കും. അടിയിൽ കൂടി വെട്ടി വീഴ്ത്തുക എന്നുള്ള പദ്ധതികൾ, നേർക്കുനേരുള്ള യുദ്ധങ്ങൾ ഏകദേശമൊക്കെ അവസാനിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി തന്ത്രപരമായിട്ടുള്ള മുന്നേറ്റങ്ങളാണ് BB ഹൗസിനുള്ളിൽ നടക്കുവാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അധികമൊന്നും കണ്ടന്റുകൾ ലഭിക്കുവാൻ സാധ്യതയില്ല. ഇനിയിപ്പോഴുള്ളത് ബിഗ് ബോസ് കൊടുക്കുന്ന കുറെ ഗെയിമുകൾ. ആ ഗെയിമിൽ ഓരോരുത്തർ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഇതിന്റെ അപ്ഡേഷൻസ് ഒക്കെ ആയിരിക്കും വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. പക്ഷേ അകത്തളങ്ങളിൽ അടിയൊഴുക്കുകൾ അതിശക്തമായി നടക്കുന്ന സമയവും ഇത് തന്നെയാണ്. ഇവിടെയാണ് പ്രേക്ഷക സമൂഹം വളരെ അവയർനെസ്സോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണേണ്ട സമയം. എന്തായാലും ജിൻഡോ എന്ന മത്സരാർത്ഥി ചുരുങ്ങിയ കാലഘട്ടങ്ങൾ കൊണ്ട് സമൂഹത്തിലുണ്ടാക്കിയ ചലനം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും യാതൊരു സംശയവുമില്ല. പക്ഷേ അകത്തിരിക്കുന്ന വ്യക്തികൾക്ക് അത്രത്തോളം ഉറപ്പൊന്നുമില്ല ഈ കാര്യത്തെക്കുറിച്ച്. എന്നാൽ വൈൽഡ് കാർഡ് എൻട്രിയിൽ കൂടി ജിൻഡോയ്ക്ക് എന്താണ് പുറത്തുള്ള സപ്പോർട്ട് എന്ന് വ്യക്തമായി അറിഞ്ഞിട്ട് അകത്ത് കയറിയ സായി ഇപ്പോൾ വളരെ തുറന്നടിക്കുകയാണ്. നിങ്ങൾ 6ാം സ്ഥാനത്തിനും താഴെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പ്രേക്ഷകർ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അറിഞ്ഞു കളിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന രീതിയിൽ സംസാരിച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ് പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വ്യക്തമായി രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.